ഹലോ, നമുക്കിന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊന്ന് കറങ്ങിയാലോ? ഞങ്ങൾ ആദ്യം പോയത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 3 കിലോമീറ്റർ മാറി കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമായ ഭീമാപള്ളിയിലാണ്. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിലാണ് നബി പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി അന്ത്യവിശ്രമം കൊള്ളുന്നത്. വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സവമായ ഭീമാപള്ളി ഉറൂസ് റജബ് മാസത്തിലാണ് നടക്കുന്നത്. ഏറ്റവും ശുദ്ധമായതും മഹത്വമുള്ളതുമായ 10 ദിവസങ്ങളാണ് ഈ ആഘോഷം. വിശ്വാസം കൊണ്ടും സമാധാനം കൊണ്ടും കണ്ണുകളോട് സംസാരിക്കുന്ന ഒരു പുണ്യതീരം. ഭീമാപള്ളിയുടെ ദൈവിക നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങളെത്തിയത് വലിയതുറ കടൽത്തീരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ അറബിക്കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു പ്രശസ്തമായ തീരപ്രദേശമാണിത്. ഒരു കാലത്ത് ഇവിടം തുറമുഖ പാലം കൊണ്ട് പ്രശസ്തമായിരുന്നു. കടലിലേക്ക് നീളുന്ന പഴയ തുറമുഖ പാലം ഇന്ന് മാഞ്ഞു തുടങ്ങിയെങ്കിലും കടൽ സൗന്ദര്യം കാണാനായി ആളുകൾ എത്തുന്ന ഒരു തുറമുഖ സ്മാരകത്തിൻ്റെ ഓർമ്മയായാണ് നിലനിൽക്കുന്നത്. വലിയതുറയുടെ കടൽത്തീര സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്തായി തന്നെയുള്ള വെട്ടുകാട് പള്ളിയിലേക്ക് തിരിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മറ്റൊന്നാണ് വെട്ടുകാട് പള്ളി. ചരിത്രപരവും ആത്മീയവുമായി സമന്വയിക്കുന്ന ഈ പള്ളി ശാന്തതയും വിശ്വാസവും നിറഞ്ഞ അന്തരീക്ഷവും കൊണ്ട് വേറിട്ടതാകുന്നു. വെട്ടുകാട് പള്ളിക്ക് സമീപം നിരവധി കച്ചവടങ്ങളും ഭക്ഷണശാലകളും ചെറുകിട കടകളും പ്രവർത്തിക്കുന്നു. പള്ളിക്ക് പുറകുവശത്ത് വരുന്ന ചെറിയ ഷോപ്പുകളിൽ കൂടുതലും ദൈനംദിന സാധനങ്ങൾ, ഭക്ഷണങ്ങൾ എന്നിവയാണുള്ളത്. വെട്ടുകാട് പള്ളി വിശ്വാസികൾക്ക് മാത്രമല്ല സന്ദർശകരുടെയും ഹൃദയം കീഴടക്കുന്ന ഒരു ശാന്തത നിറഞ്ഞ പ്രാർത്ഥനാ കേന്ദ്രമാണ്. വെട്ടുകാട് പള്ളിക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് വേളിയിലേക്കാണ്. അവധി ദിവസങ്ങളിൽ കുടുംബങ്ങളോടൊപ്പമായോ സുഹൃത്തുക്കളോടൊപ്പമോ സമയം ചിലവഴിക്കാൻ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു മനോഹരമായ വിനോദ കേന്ദ്രമാണ് വേളി. മരങ്ങളും ചെറിയ പാതകളും കൊണ്ട് സുന്ദരമായ ഒന്നാണിവിടം. കുട്ടികൾക്കായി പ്രത്യേക പാർക്കും ഇവിടുണ്ട്. വേളി കായലും അറബിക്കടലും ഒന്നിച്ചു ചേരുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ സമുദ്രതീരത്തിൻ്റെ സൗന്ദര്യവും കായൽ തീരത്തിൻ്റെ ശാന്തതയും ഒരുമിച്ചറിയാൻ ഇവിടെ കഴിയും. നീലനിറം മാറിമറയുന്ന തിരമാലകൾ തുടർച്ചയായി അടിച്ചു വരും. കാറ്റ് മുഖത്ത് തട്ടിയടങ്ങും. ഒരു നിമിഷം പോലും ഒരേ രൂപത്തിലിരിക്കാതെയുള്ള സുന്ദരമായ കാഴ്ചയാണ് വേളിക്കടൽ. കാറ്റിൽ പറക്കുന്ന പട്ടങ്ങളും ചുറ്റും നിറയുന്ന ബബിളുകളും മുതിർന്നവരും കുട്ടികളും സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്ന ഒരു നല്ല സ്പോട്ട്. വേളിയിൽ ഒരു ചെറിയ നായയെ കണ്ടു. ആള് ചെറുതാണെങ്കിലും അവിടെയും ഇവിടെയും ഓടി മറിഞ്ഞ് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു യാത്രയായിരുന്നു അത്. ഒരുപാട് സന്തോഷവും ഓർമ്മകളും സമ്മാനിച്ചൊരു യാത്ര. ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വ്ലോഗുമായി വരുന്നവരെ ടാറ്റാ.